വികസനവും ക്ഷേമവും നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് LDF-ന്റെ ഭരണം നഷ്ടപ്പെട്ടത്. ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. കഴിഞ്ഞ 5 വർഷവും ഈ കൗൺസിലിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് 2ാമത്തെ കസേരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്ന ഒരു ഭരണസമിതിയായിരിക്കും. ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും അത് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിൽ യോഗത്തിലൊക്കെ എത്രത്തോളം ഗതികെട്ട് എന്തൊക്കെയാണ് ഇടതുപക്ഷത്ത് നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വികസനവും ക്ഷേമവും നാട്ടിൽ നടക്കാത്തത് കൊണ്ടല്ല തിരുവനന്തപുരത്ത് LDF-ന്റെ ഭരണം നഷ്ടപ്പെട്ടത്. ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ കാരണം നിങ്ങൾ ഇപ്പൊ പോകുന്ന സ്കൂളിലും നിങ്ങൾ ഇപ്പൊ പോകുന്ന റോഡിലും ഇനിയിപ്പോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഇവിടെ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കും സന്തോഷമാണ്. ഏതെങ്കിലും വികസനത്തിനെതിരാണെന്ന് ഇവിടെ ആരെങ്കിലും സൂചിപ്പിച്ചോ? അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഇവിടെ എന്താ ഇപ്പൊ എല്ലാവരും പറഞ്ഞത്? ഈ തന്ന അജണ്ട ഈ അവസാന നിമിഷം തന്ന പുതിയ കൗൺസിൽ അംഗങ്ങളാണ്. പലരും കുറച്ചുപേർ മാത്രമേ ഉള്ളൂ പഴയത്. അവർക്കൊന്ന് നോക്കാനുള്ള ഒരു അവസരം കൊടുക്കണം. എന്താ ചോദിച്ചാൽ തെറ്റുണ്ടോ? എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? ആ തെറ്റാണെന്നാണോ എനിക്ക് തോന്നുന്നത്? ഒരിക്കലും തെറ്റിലല്ല പറഞ്ഞത്. ഇതൊന്ന് നോക്കാൻ അവസരം തരണം. 2 ദിവസം കഴിഞ്ഞ് വെക്കാം, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് പാസ്സാക്കാമെന്നാണ് പറഞ്ഞത്. 31-ാം തീയതി ഒരു ദിവസമുണ്ട്. എനിക്ക് ഇവിടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. വൈദ്യുതി കാരണം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇനി വന്നു, ഞങ്ങൾ അങ്ങനെ വന്നു, അതൊന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ഇവിടെ ആരെയും കൊച്ചാക്കുകയും വേണ്ട. എന്താണ് കാരണമെന്നും അതിനുള്ള അവിടെ വന്നതിന്റെ ഇതും അറിയാം. അടിച്ച് പല്ലണാക്കിലാക്കിയാൽ ആ ചെരിയും അവിടെ വെക്കും. എല്ലാ ഗുണങ്ങളും നിങ്ങളും അനുഭവിച്ചിട്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ. നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാർഡുകളിൽ ആളായത്. എങ്ങനെ അളിനൊന്നുകൂടി പറഞ്ഞേ. ഇപ്പൊ പറഞ്ഞില്ലേ? നിങ്ങളുമൊക്കെ ജനപ്രതിനിധികളായി ഇവിടെ വരുമ്പോൾ എല്ലാ വാർഡിനും ഒരേപോലെ വികസനം നടത്തുവാൻ പണം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുമൊക്കെ നിങ്ങളുടെ വാർഡുകളിൽ ആളായത്. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്യാതല്ല നിങ്ങളായത്. അതുകൊണ്ട് അങ്ങനെ ഞാനും നിങ്ങളും എന്നൊക്കെ വാദം ഞങ്ങൾ അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും അല്ലല്ലോ ഇവിടെ പറഞ്ഞത്. ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ വളരെ വ്യക്തമല്ലേ ഗിരി? ഇവിടെ ആരെങ്കിലും പറഞ്ഞു? അപ്പൊ ഗിരിയാണ് ഇവിടെ അനാവശ്യമായ രാഷ്ട്രീയവും അനാവശ്യമായ വെല്ലുവിളികളും ഗിരിയാണ് നടത്തുന്നത്. ഗിരിക്ക് ഉത്തമ ബോധ്യം വേണം. ഗിരി ഇപ്പോൾ ഭരിക്കുന്ന ഒരു കൗൺസിലിന്റെ ഭാഗമാണ്. ഗിരി കുറച്ചുകൂടെ ഒക്കെ തന്മയത്തോടെ പെരുമാറാൻ ശ്രമിക്കണം. ഒരു യുദ്ധം ഒഴിവാക്കാൻ കാല് പിടിച്ചപ്പോ തലക്കയറിയിരുന്ന് മുടിവെട്ട ഞങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പ്രകോപിതരാവാൻ പറ്റിയ ഒരു ടീം തന്നെ ഇവിടെ ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ മതി. ഇയാള് കുറെ നേരമായി തുടങ്ങിട്ട് ഞാൻ നീട്ടുന്നില്ല, പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. വാർഡ് വിഭജിച്ചത് ആരാണെന്ന് രാഖി പറയുന്നുണ്ടോ എന്ന് ഓർക്കുന്നത് നല്ലതായിരുന്നു. എന്നിട്ട് മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമല്ലേ? അത് തന്നെ. രണ്ടാമത്തെ കാര്യം ഇതുപോലെ തന്നെയാണ് ഭാവിച്ചിട്ട്. നിങ്ങളിതിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. കഴിഞ്ഞ ടൈമിൽ ഇങ്ങനെ തന്നെയാണ്. സമയത്തിന് ഇരിക്കുമ്പോഴാണ് ഓരോ പേപ്പർ കൊണ്ടുവരുന്നത്. മനസ്സിലായി? പലതും നമ്മൾ പറയുമ്പോഴും 55 പേരുള്ള ദാർഷ്ട്യം കൊണ്ട് പാസ്സാക്കി പോകാറുണ്ട്. പോട്ടെ, അല്ല ഇപ്പൊ പറയുന്നത് നമ്മളതല്ല. പറയുമ്പോ എല്ലാം ഒരു ന്യായം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുക. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കഴിഞ്ഞ 5 വർഷവും ഈ കൗൺസിലിൽ തന്നെ ഈ ഭാഗത്ത് നിന്ന് 2ാമത്തെ കസേരയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. 1ാമത്തെ വാർഡ് മുതൽ 100ാമത്തെ വാർഡ് വരെ എങ്ങനെ വിഭജിക്കുന്നു എന്നൊക്കെ ഇരിക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റിയ പല ആൾക്കാരിൽ ഒരാളും ആണ് ഇപ്പോഴത്തെ മേയർ. അതുകൊണ്ട് തന്നെ ഇതിൽ ചില വാർഡുകൾ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. ചില വാർഡുകളിൽ അങ്ങ് പറഞ്ഞതുപോലെ ഭൂമിശാസ്ത്രപരമായിട്ട് വികസനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഫണ്ട് വിനിയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അത് 101 വാർഡിന്റെയും കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സംശയവും വേണ്ട. ആ പോരായ്മകൾ മുന്നിൽ കണ്ടുകൊണ്ട് 101 വാർഡിനും വികസനത്തിന്റെ കാര്യത്തിൽ ഫണ്ട് തരുമ്പോഴോ മറ്റുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോഴോ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൗൺസിലർമാർക്ക് ഉണ്ടാവുകയില്ല എന്നുള്ള ഗ്യാരണ്ടിയാണ്. യാതൊരു സംശയമില്ല കാര്യത്തിൽ. ഉദാഹരണത്തിന് തിരുമല വാർഡ് PTP സരസ്വതി സ്കൂൾ മുതൽ
അവിടെ മുതൽ അങ്ങ് നീണ്ടു കിടക്കുകയാണ്. അമ്പലമുക്ക് വാർഡ്, ജയന്തി കൗൺസിലറുടെ വാർഡ്, ഏകദേശം ഒരു 6 വാർഡുകളുടെ നടുവിൽ കൂടെ ഒരു നദി ഒഴുകുന്നത് പോലെയാണ് അമ്പലമുക്ക് വാർഡ് വന്നിരിക്കുന്നത്. അങ്ങനെ 101 വാർഡിന്റെ ഘടന നന്നായിട്ട് പറയാനായിട്ട് എനിക്ക് സാധിക്കും. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഭീമാപള്ളി വാർഡിലെ കൗൺസിലറുമായിട്ട് കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കൗൺസിലറുടെ ഉണ്ട്, അവരുടെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വളരെ വ്യക്തമാണ്. യാതൊരു സംശയവും വേണ്ട. ആ വാർഡിനുൾപ്പെടെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ചെയ്യുന്ന ഒരു ഭരണസമിതിയായിരിക്കും. ആദ്യത്തെ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. അളിയാ, നേരത്തെ തോളത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. തന്ത്രപരമായിട്ട് ഞങ്ങൾ ഇവിടെ വികസനമൊന്നും ചെയ്യാനിട്ടല്ല ഇവിടെ BJP അധികാരത്തിലെത്തിയത് എന്നൊരു തന്ത്രപരമായിട്ട് ജനങ്ങളെ അങ്ങ് പറ്റിച്ച് മുന്നോട്ട് പോവാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്തിനാണ് ഇജാതി പച്ചക്കള്ളം വിളിച്ചു പറയുന്നത്? ഇപ്പൊ ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് തമാശരിക്കുള്ളൂ. ഞങ്ങൾ വികസനം ചെയ്യാനിട്ടൊന്നും അല്ല, മറ്റെന്തോ അതൊരു തന്ത്രാണ് ആളുകളെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കാനേ. നീ എന്താണ് എന്നെ കുറിച്ച് ധരിച്ചത്? ഞാനൊരു ഉണ്ണാക്കനാണ്. എന്നാൽ നിങ്ങൾ വികസനം ചെയ്യാനിട്ട് നിങ്ങളുടെ മേയറെ അഹങ്കാരം കൊണ്ട് എന്ന് നിങ്ങളുടെ കൗൺസിലർ, നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ആര്യ രാജേന്ദ്രനൊപ്പം ഉണ്ടായിരുന്ന ഇടത് കൗൺസിലർ വിളിച്ചു പറയുന്നത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. എന്താ ഉറക്കം വരുന്നു? ഏത് തിരിച്ചടിയിലും ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച കോർപ്പറേഷനാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷൻ ഒഴികെ ബാക്കി എല്ലാ നഗരസഭകളിലും LDFന് ലീഡുണ്ട്. ജില്ലാ പഞ്ചായത്ത് നിലനിർത്താനും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഗ്രാമപഞ്ചായത്തുകളിലും മറ്റ് 2 മുന്നണിയേക്കാൾ അധികം ഭരണസമിതി LDFനുണ്ട്. കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനമാണ്. ജനങ്ങളോട് ഏകിച്ചേർന്ന് വേണം പ്രവർത്തിക്കാൻ. ഏത് മുക്കിലും സധൈര്യം ഇറങ്ങിച്ചെല്ലാൻ മുൻപുള്ള മേയർമാർക്കും അവരുണ്ടാക്കിയ ടീമിനും കഴിഞ്ഞിരുന്നത് ഈ ജൈവ നാഡീ ബന്ധത്തിനാലാണ്. ആ ജനകീയതയാണ് നഗരത്തിലെ പാർലമെന്ററി പ്രവർത്തനത്തിൽ LDFനെ മുന്നോട്ട് നയിച്ചിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും കരിയൽ ബിൽഡിങ്ങിലുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റി എടുത്ത സമയം തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന 4 ആളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല. പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ, കൗൺസിലിനുള്ളിൽ തന്നെ ഒരു നല്ല ടീം ഉണ്ടാക്കിയെടുത്തിരുന്നെങ്കിൽ കുറഞ്ഞ പക്ഷം ഇത്ര കനത്തിലാകുമായിരുന്നില്ല തിരിച്ചടി. അതായത് ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം കൊണ്ടാണ് തകർന്ന് തരിപ്പണമായത്. ജനങ്ങൾക്കിടയിലേക്ക്, സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങിയില്ല. ആത്മവിശ്വാസം അമൃതം, പക്ഷെ അധികമാവരുത്. അധികമായാൽ അത് നമ്മൾ KSRTC വിഷയത്തിലൊക്കെ കൃത്യമായിട്ട് കണ്ടതാ. എങ്ങനെയാണ് സാധാരണക്കാരെ ആര്യ രാജേന്ദ്രനൊക്കെ കണ്ടത് എന്ന് അത് തിരുവനന്തപുരം ജനതയും വ്യക്തമായിട്ട് കാണുകയും ചെയ്തു. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എല്ലായിടത്തും വികസനം, എല്ലാവർക്കും വികസനം. നരേന്ദ്രമോദിയെ കണ്ട് രാഷ്ട്രീയ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന മേയറെ നിങ്ങൾ വികസനത്തെ കുറിച്ചൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. സമാധാനമായ സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.